PSC ബുള്ളറ്റിൻ മാർച്ച് 1, 2024 പാർട്ട് 2. സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ്. പുലിസ്റ്റർ പുരസ്കാര ജേതാവായ ഇർഷാദ് മട്ടു കശ്മീർ സ്വദേശിനിയാണ്. സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ്. പുലിസ്റ്റർ പുരസ്കാര ജേതാവായ ഇർഷാദ് മട്ടു കശ്മീർ സ്വദേശിനിയാണ്. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറി വി ഹരി നായരെ നിയമിക്കും. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരി നായർ. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോംബസ് സാമൂരിനോറം എന്ന പേര് നൽകി. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോംബസ് സാമൂരിനോറം എന്ന പേര് നൽകി. T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റണിന്. നേപ്പാളിനെതിരായ മത്സരത്തിൽ 33 പന്തിലാണ് താരം സെഞ്ചുറി നേടിയത്. T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റണിന്. ജാൻ നിക്കോൾ ലോഫി ഈറ്റണിന് ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ്. T20 ക്രിക്കറ്റിലേതാണ്. എത്ര പന്തിലാണ് താരം സെഞ്ചുറി നേടിയത്? 33 പന്തിൽ. സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം സാഹിത്യകാരൻ M. മുകുന്ദന്. സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം സാഹിത്യകാരൻ M. മുകുന്ദന്. കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോർട്ടി M. ചാക്കോ ചുമതലയേറ്റു. കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോർട്ടി M. ചാക്കോ ചുമതലയേറ്റു. പ്രഭാവോ സുബിയാൻഡോ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായി ചുമതലയേറ്റു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻഡോ. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി വിപിൻ ചന്ദ്ര അഞ്ചാര്യ നിയമിതനായി. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് വിപിൻ ചന്ദ്ര അഞ്ചാര്യ. ലോക്പാലിൻ്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് A. M. ഖാൻവിൽക്കറെ രാഷ്ട്രപതി നിയമിച്ചു. ലോക്പാലിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് A. M. ഖാൻവിൽക്കർ. കരസേന ഉപമേധാവിയായി ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റു. കരസേന ഉപമേധാവി ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥ ഏതാണ്? അതിജീവനം. വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. 2006 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. പങ്കജ് ഉദാസ് ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഗസൽ ഗായകൻ. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം 2006. ബോളിവുഡ് യുവനടി സുഹാസിനി ഭട്നാഗർ അന്തരിച്ചു. ദംഗൽ എന്ന സിനിമയിലെ ബാലതാരമായാണ് സുഹാസിനി പ്രശസ്തയായത്. ദംഗൽ എന്ന സിനിമയിലെ ബാലതാരമായി പ്രശസ്തയായ ബോളിവുഡ് യുവനടി സുഹാസിനി ഭട്നാഗർ അന്തരിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം
മൈക്ക് പ്രോക്ടർ അന്തരിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ അന്തരിച്ചു. മൈക്ക് പ്രോക്ടർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ക്രിക്കറ്റ്. മൈക്ക് പ്രോക്ടർ ഏത് രാജ്യക്കാരനായിരുന്നു? ദക്ഷിണാഫ്രിക്ക. ജൈന ആചാര്യൻ വിദ്യാസാഗർ മഹാരാജ് അന്തരിച്ചു. ജൈന ആചാര്യൻ വിദ്യാസാഗർ മഹാരാജ് അന്തരിച്ചു. വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഫാലി എസ് നരിമാൻ അന്തരിച്ചു. മുൻ രാജ്യസഭാ അംഗവും പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമാണ്. വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഫാലി എസ് നരിമാൻ അന്തരിച്ചു. അദ്ദേഹം മുൻ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹത്തിന് 1991 പത്മഭൂഷൺ ലഭിച്ചിരുന്നു. 2007 പത്മവിഭൂഷണം ലഭിച്ചിരുന്നു. കഥകളി ആചാര്യൻ വാഴയങ്കട വിജയൻ അന്തരിച്ചു. കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലാണ്. കഥകളി ആചാര്യൻ വാഴയങ്കട വിജയൻ അന്തരിച്ചു. കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലാണ്. പ്രശസ്ത സിനിമാ സംവിധായകൻ കുമാർ സാഹ്നി അന്തരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ കുമാർ സാഹ്നി അന്തരിച്ചു.